കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ക്നാനായ ഹാൻഡിലുകളിൽ കണ്ട ചില കുറിപ്പുകൾ പങ്കുവയ്ക്കുകയാണ്. ഈ കുറിപ്പിന്റെ പശ്ചാത്തലം അടൂരിൽ അന്തരിച്ച യാക്കോബായ വിഭാഗത്തിലെ സീനിയർ വൈദികൻ ഫാദർ ഗീവർഗീസ് ബ്ലാഹേത്തിന്റെ സംസ്കാര ശുശ്രൂഷയിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രോപൊലീത്ത സഖറിയ മാർ അപ്രേം തിരുമേനി പങ്കെടുത്തതാണ്. തിരുമേനി ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും സഹകാർമ്മികത്വം വഹിക്കുകയും മലങ്കര സഭയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. ആ ശുശ്രൂഷയിൽ മാർ അപ്രേം തിരുമേനിയോടൊപ്പം ശുശ്രൂഷ പങ്കിട്ട വികട യാക്കോബായ വിഭാഗത്തിലെ 3 തിരുമേനിമാരുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് ക്നാനായക്കാർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഒരു ചോദ്യമല്ല, ഒന്നൊന്നര ചോദ്യമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സഖറിയ മാർ അപ്രേം മെത്രാപ്പൊലീത്തയോടൊപ്പം ശുശ്രൂഷ പങ്കിട്ട വികട യാക്കോബായ വിഭാഗത്തിലെ 3 മെത്രാന്മാരെയും മുടക്കിയതായി പത്രിയാർക്കീസ് ബാവ തിട്ടൂരം അയക്കുമോ? നേരത്തെ മലങ്കര സഭയുടെ പരിശുദ്ധ കാത്തോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന കാരണം പറഞ്ഞ് ക്നാനായ സമുദായ മെത്രാപ്പൊലീത്ത സേവേറിയോസ് തിരുമേനിയെ മുടക്കിയിരുന്നു. അതേ നടപടി ഇവിടെയും ഉണ്ടാകണമല്ലോ. ഇല്ലെങ്കിൽ ജനം പേര് മാറ്റി വിളിക്കില്ലേ? അന്ത്യോഖ്യ മലങ്കര ബന്ധം നീണാൽ വാഴട്ടെ എന്നും അമ്മയെ ഞങ്ങൾ മറന്നാലും അന്ത്യോഖ്യയെ മറക്കില്ല എന്നും മുദ്രാവാക്യം വിളിക്കുകയും അതിനുവേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുകയും ചെയ്യുന്ന യാക്കോബായക്കാരുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണെന്നും വ്യക്തമാക്കണം. അപ്പോൾ ഒരു മുറ്റത്ത് 2 കച്ചവടം. യാക്കോബായ മെത്രാന്മാരെ തൊടാൻ കൈവിറയ്ക്കും. പാവങ്ങളായ ക്നാനായ സമുദായക്കാരുണ്ടല്ലോ, അവരുടെ മേൽ കുതിര കയറാനും വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും അടിമകളെ പോലെ കാൽച്ചുവട്ടിലിടാമെന്നാണ് പാത്രിയാർക്കീസ് ബാവയുടെ വിചാരം. അതിനി നടക്കില്ല, നടക്കാൻ സമ്മതിക്കില്ല. ഒരു മുറ്റത്ത് 2 കച്ചവടം അങ്ങ് ലെബനോനിലും അന്ത്യോഖ്യയിലുമൊക്കെ മതി. മലങ്കരയിൽ വേണ്ട. ക്നാനായ ചുണക്കുട്ടികൾ അത് അനുവദിക്കില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതി.